ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പൊളിറ്റിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. +2 പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻ്റ് രണ്ടാമത്തെ പൊളിറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി ഈ ഒരു പാഠത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പറഞ്ഞു പ്രധാന പോർഷൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാന പോർഷൻസ് പ്രധാന പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ ആദ്യം നമ്മൾ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുക്കുമ്പോൾ അന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ഈ പ്രധാന പ്രശ്നങ്ങൾ എന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് എപ്പോഴും വൺ വേർഡിന് ചോദിക്കാറുണ്ട്. അതൊന്ന് കുറിച്ച് വെച്ചോളൂ. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു വൺ വേർഡാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സുകുമാർ സെൻ ആണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇത് എല്ലാ എക്സാമിനും, ഈവൻ നമ്മുടെ പബ്ലിക് എക്സാം വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതൊന്ന് വെറുതെ വിടരുത്. നമ്മൾ പ്രത്യേകിച്ച് പൊളിറ്റിക്സിൻ്റെ മാർക്ക് പോകുന്നത് വൺ വേർഡിലായിരിക്കും. ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ A+ ഒക്കെ പ്രതീക്ഷിക്കുന്നവർ നമുക്ക് എസ്സേകളും ഷോർട്ട് എസ്സേയൊക്കെ നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്ത് ആ മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് മാർക്കെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ വൺ വേർഡ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അത് തെറ്റിയ പിന്നെ അതിൻ്റെ ഒരു അര മാർക്ക് പോലും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രധാന പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കണമായിരുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കണമായിരുന്നു. 17 കോടി വോട്ടർമാരിൽ 15% മാത്രമേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും നല്ല. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്ന ഓരോ പോർഷൻസും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇത് നമുക്ക് എത്രത്തോളം മാർക്കിനെ ചോദിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇത് വിപുലീകരിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻസ് ഇത് നമുക്കൊരു 3 മാർക്ക് തൊട്ട് 4 മാർക്ക് വരെ ചോദിക്കാം. കാരണം ഇപ്പോഴത്തെ ഒരു സിലബസ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സാം കുറച്ച് ടഫാക്കി തരാം. അപ്പോൾ ഇങ്ങനത്തെ 3-4 മാർക്കിനുള്ള ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി തന്നെ അറിയണം. അപ്പോൾ നമുക്ക് മാർക്ക് പോകില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിലും വിൻ ചെയ്യാനുള്ള കാരണം, അതായത് വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ 3 കാരണമേ ഉള്ളൂ. അത് 3 എഴുതിയാൽ മതി. പക്ഷെ കുറേ കാരണമുണ്ട്. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ പാരമ്പര്യം, ഇതിന് പിന്നെ എന്താ പറയുക, നെഹ്റുവിനെ പോലെയുള്ള ലീഡർമാരുടെ സാന്നിധ്യം, പിന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഘടനാ ചിന്തയുള്ള ഒരു പാർട്ടിയായിരുന്നു ഇത്. അങ്ങനെയുള്ള ഓരോ 3 പോയിന്റാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ എന്നുണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികളിൽ അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഇതെൻ്റെ നോട്ടാട്ടോ. ഞാൻ +2 പഠിച്ച ഈ നോട്ടാണ്. അതോ ഇതിൽ നോക്കിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആകെ പാർട്ടികളുള്ളത്, നമുക്ക് പഠിക്കാനുള്ള പാർട്ടികൾ ഇതാ, ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഭാരതീയ ജനസംഘവും സ്വതന്ത്ര പാർട്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ 2 പാർട്ടി, ലാസ്റ്റ് പറഞ്ഞ 2 പാർട്ടികളുണ്ടല്ലോ, ഭാരതീയ ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും, ഇത് ഒറ്റക്കായിട്ട് ചോദിക്കാറുണ്ട് 3 മാർക്കിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതേമാതിരി ഇതിലുള്ള കുറച്ച് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് രൂപീകരിച്ചത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ആളുകളുണ്ടല്ലോ, നേതാക്കന്മാർ, ജയപ്രകാശ് നാരായണൻ, അതൊക്കെ നോക്കി വെച്ചോണ്ടിട്ടോ. അതൊക്കെ എപ്പോഴും വൺ വേർഡിന് ചോദിക്കുന്നതാണ്. അതൊന്നും നോക്കി വെച്ചോളൂ. ഈ സോഷ്യലിസ്റ്റ് പാർട്ടീൻ്റെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ നോക്കണം. അതേപോലെ തന്നെ ഭാരതീയ ജനസംഘത്തിനും സ്വതന്ത്ര പാർട്ടീനും മാത്രം നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് കോൺഗ്രസ് സാമൂഹ്യവും പ്രത്യയശാസ്ത്രവുമായ കൂട്ടായ്മ എന്ന നിലയിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കില്ല എന്ന് കരുതിയാണ്ട് തള്ളിനിക്ക് പഠിക്കൂല. അപ്പോൾ എന്തായാലും ചോദിക്കലുണ്ട് അതുകൊണ്ട് പറയണം. അപ്പോൾ ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ പാഠത്തിൽ നിന്ന്. എന്താണ് ഈ 4 പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഓൺ എക്സാമിന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് എക്സാമിനൊന്നും പഠിച്ചേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ബൈ.